ഭ്യോ നമ. ജയതു കോദണ്ഡ രാമ, ജയതു ദശരഥ രാമ, ജയതു സീതാരാമ, ജയതു രഘുരാമ, ജയതു ശ്രീരാമ. എല്ലാവർക്കും നമസ്കാരം. നമ്മുടെ ഗുരു ശ്രീ രാഘവേന്ദ്ര ഭട്ടർക്ക് എൻ്റെ നമസ്കാരം. നമ്മളെല്ലാവരും ഈ ശ്രീരാമനവമി ആഘോഷിക്കുകയാണ്. എല്ലാവർക്കും അറിയാം, എന്നാലും ഒരു ഓർമ്മപ്പെടുത്തലാണത്. ശ്രീരാമൻ്റെ ജന്മദിനമാണ് ശ്രീരാമനവമി. നക്ഷത്രം പുണർദം നക്ഷത്രത്തിലാണ് രാമൻ്റെ പിറന്നാൾ ആഘോഷിക്കുന്നത്. മഹാവിഷ്ണുവിൻ്റെ 7ാമത്തെ അവതാരമായ ശ്രീരാമൻ ചൈത്രമാസത്തിലെ ശുക്ലപക്ഷ നവമി, അതായത് മാർച്ച് 15-നും ഏപ്രിൽ 15-നും ഇടയ്ക്കിൽ വരുന്നത് ദിനത്തിലാണ് ഈ പുണ്യദിനം വരുന്നത്. ത്രേതായുഗത്തിലാണ് ഭഗവാന്റെ അവതാരം. മനുഷ്യരൂപത്തിൽ അവതരിച്ച ഏറ്റവും പുരാതന ദേവനായി ശ്രീരാമനെ കണക്കാക്കുന്നു. ഈ വർഷത്തെ രാമനവമി മാർച്ച് 19 മുതൽ 27 വരെ നമ്മൾ ആഘോഷിക്കുന്നു. ഇന്ന് 5ാമത്തെ ദിവസമാണ്. രാമനവമി രാത്രിയുടെ അവസാന ദിവസമായും കണക്കാക്കപ്പെടുന്നുണ്ട്. അയോധ്യ രാജാവായിരുന്ന ദശരഥൻ്റെയും കൗസല്യയുടെയും മകനായി ഭഗവാൻ വിഷ്ണു രാമനായി ഭൂമിയിൽ അവതരിച്ചു. ഇക്ഷ്വാകു രാജവംശത്തിലാണ് ശ്രീരാമൻ ജനിച്ചത്. സൂര്യദേവൻ്റെ മകനായ ഇക്ഷ്വാകു രാജാവ് സ്ഥാപിച്ചതാണ് ഈ വംശം. അതുകൊണ്ട് ശ്രീരാമനെ സൂര്യവംശി എന്നും വിളിക്കുന്നു. സത്യം, ധർമ്മം, ത്യാഗം എന്നിവയുടെ പ്രതീകമാണ് ശ്രീരാമൻ. തിന്മയെ നശിപ്പിച്ച് ഭൂമിയിൽ ധർമ്മം സ്ഥാപിക്കുക എന്നതായിരുന്നു രാമാവതാരത്തിൻ്റെ ലക്ഷ്യം. രാക്ഷസ രാജാവായ രാവണനെ വധിച്ചുകൊണ്ട് തിന്മയുടെ മേൽ നന്മയുടെ വിജയത്തെ രാമാവതാരം അടയാളപ്പെടുത്തി. ശ്രീരാമൻ്റെ പേര് 3 പ്രാവശ്യം ചൊല്ലുന്നത് 1000 ദേവന്മാരുടെ പേരുകൾ ചൊല്ലുന്നതിന് തുല്യമായ കൃപ നൽകുന്നുവെന്ന് മഹാഭാരതത്തിൽ പരശുരാമൻ പറഞ്ഞതായി പരാമർശിക്കുന്നു. തൻ്റെ സ്വാർത്ഥ താൽപ്പര്യവും സന്തോഷത്തെക്കാളും വലുത് രാജധർമ്മവും തൻ്റെ പ്രജകളുടെ വിശ്വാസവുമാണെന്ന് ഉള്ളതിനാലാണ് രാമൻ സീതാദേവിയെ വനത്തിൽ ഉപേക്ഷിച്ചത്. ശ്രീരാമൻ 11,000 വർഷം അയോധ്യ ഭരിച്ചു. നീതിയും സമാധാനവുമുള്ള ഭരണത്തിൻ്റെ മാതൃകയായിരുന്നു. ഈ സുവർണ കാലഘട്ടം രാമരാജ്യം എന്ന് അറിയപ്പെട്ടിരുന്നു. ജീവിതത്തിൽ കർശനമായ മൂല്യങ്ങളും സത്യത്തിൻ്റെ ധർമ്മത്തിൻ്റെയും പാത പിന്തുടർന്നതിനാൽ ശ്രീരാമൻ മര്യാദ പുരുഷോത്തമനായി വാഴ്ത്തപ്പെട്ടു. പിതാവിൻ്റെ വാക്ക് പാലിക്കുവാനായി രാമൻ വനവാസം സ്വീകരിച്ച് സത്യസന്ധതയുടെയും അനുസരണയുള്ള ഒരു മകനുമായി മാതൃക കാണിച്ചു. ഒരു നല്ല മകൻ, ഭർത്താവ്, സഹോദരൻ, രാജാവ് എന്നിവർ എങ്ങനെ ആയിരിക്കണമെന്ന് ശ്രീരാമൻ തൻ്റെ ജീവിതത്തിലൂടെ നമുക്ക് കാണിച്ചു തന്നു. രാമനവമി ദിനത്തിൽ രാമചരിതമാനസം പാരായണം ചെയ്യുന്നതും രാമഭജനം നടത്തുന്നതും പുണ്യമായി കരുതുന്നു. രാമനവമി ഭക്തരിൽ വിനയം, കരുണ, ധർമ്മനിഷ്ഠ, സ്നേഹം എന്നിവ വളർത്തുവാനും ജീവിതത്തിൽ മൂല്യങ്ങൾ പിന്തുടരാനും എല്ലാവർക്കും പ്രചോദനം നൽകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു. ശ്രീരാമ ജയ രാമ, ജയ ജയ രാമ. ശ്രീരാമ ജയ രാമ, ജയ ജയ രാമ. നന്ദി, നമസ്കാരം. എനിക്ക് ഇന്ന് ഇവിടെ ഈ ഭഗവാനെക്കുറിച്ചും ശ്രീരാമനവമിയുടെ പ്രാധാന്യത്തെക്കുറിച്ചും സംസാരിക്കുവാൻ അവസരം തന്ന നമ്മുടെ ക്ഷേത്രത്തിൻ്റെ ഭാരവാഹികളോടും ഭട്ടരോടും ഒന്നുകൂടി നമസ്കാരം അറിയിക്കുന്നു. നന്ദി, നമസ്കാരം.